കളിയോ എന്നുള്ളതാണ്. മധു, യെസ്, ഇന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ബോർഡാണ് കണക്കുകൾ വ്യക്തമാക്കേണ്ടത്, സർക്കാരിന് അതിൽ ഉത്തരവാദിത്തമില്ല, ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയേണ്ടതില്ല എന്നുള്ളതാണ്. മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഇതിന്റെ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം തിരികെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അത് സംബന്ധിച്ച റിപ്പോർട്ട് സ്വാഭാവികമായും തേടിയിട്ടുണ്ടാകുമല്ലോ. വി എൻ വാസവൻ ആകാശത്തെ കണക്ക് വെച്ച് നോക്കിയിട്ട് സ്വാഭാവികമായും നിയമസഭയിൽ പോയി പറയാൻ കഴിയില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ കയ്യിലൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ ചിലവിലുണ്ട്. അങ്ങനെ നിയമസഭയിൽ പോയി പറഞ്ഞ ഒരാൾക്ക് അതിൽ ക്ലാരിഫിക്കേഷൻ നൽകാൻ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം സ്വർണ്ണക്കൊള്ള കേസിൽ അത് ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഒരു ആരോപണവും നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ദേവസ്വത്തിന്റെ കാര്യങ്ങളിൽ ദേവസ്വം വകുപ്പ് ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് ദേവസ്വം മന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും പറഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിൽ വലിയ, അല്ലെങ്കിൽ മറ്റാർക്കും അതിൽ വലിയ പരിമിതിയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ, ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചെലവിൻ്റെ കാര്യത്തിൽ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം തിരികെ അടച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത് നിയമസഭയിലാണ്. നിയമസഭയിൽ അദ്ദേഹം അത് ആധികാരികമായി പറയുന്നു എങ്കിൽ പിന്നീട് അങ്ങനെയല്ല എന്നൊരു കാര്യം പുറത്തു വരുമ്പോൾ ഇതിൽ ക്ലാരിഫിക്കേഷൻ നൽകേണ്ട ഉത്തരവാദിത്തം പ്രാഥമികമായി സ്വന്തം വാക്ക് നിയമസഭയിൽ പറഞ്ഞയാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പി എസ് പ്രശാന്തിന്റെ പോസ്റ്റ് ഹൈക്കോടതിയിൽ കൊണ്ടുകൊടുത്തിരുന്നതിൽ നന്നായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ഫേസ്ബുക്കിൽ ഇടാനാണ് സാധിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? പി എസ് പ്രശാന്ത് കണക്ക് കോടതി കൊടുത്തതാ. പി എസ് പ്രശാന്ത് ഇട്ടത് ഞാൻ പി എസ് പ്രശാന്തിന്റെ കാര്യമാണ് പറയുന്ന ഈ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി പി എസ് പ്രശാന്ത് എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ? അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അതിന്റെ അപ്പുറത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ആകെ ചിലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ, അദ്ദേഹം ആധികാരികമായി ഉന്നയിക്കുന്നത് ദേവസ്വം കമ്മീഷണർ കണക്കാണല്ലോ. ആ കണക്കിൽ പറയുന്നത് എന്താണ്? 4.5 കോടിയും GST എന്നാണ്. ഇതുവരെ ചെലവഴിച്ചതിന് 2 കണക്ക് ഫേസ്ബുക്ക് പേജിൽ തന്നെയുണ്ട്. ഇല്ല, ഒന്നുകൂടി വായിച്ചേ. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഇതുവരെ ചെലവഴിച്ചത് അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ദേവസ്വത്തിന്റെ ഫണ്ടിൽ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പറയുന്നെന്താ? എഴുതിയതിൽ മനസ്സിലാകാത്ത, വായിച്ചിട്ട് മനസ്സിലാകാത്തല്ല. ഞാൻ രാവിലെ തൊട്ട് ഈ സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലല്ല, എനിക്ക് സംശയമുണ്ടെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതുവരെ ചിലവ് സംഘാടനത്തിനായി ഇതുവരെ ദേവസ്വം ബോർഡ് കൊടുത്തത് എന്നല്ല. എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞത്. 3 കോടി എന്നാണ് അദ്ദേഹം പറയുന്നത്. റീകൂപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഇനി അല്ലല്ല, ഈ ദേവസ്വം ബോർഡ് കൊടുത്തെന്ന് ഒരു വാക്ക് ഡോക്ടർ അരുൺകുമാർ ആ ഫേസ്ബുക്കിൽ പറഞ്ഞു. 3 കോടിയാണ് ദേവസ്വം ബോർഡ് കൊടുത്തെന്ന് എഴുതിയിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് കൊടുത്തെന്ന് എഴുതിയിട്ടുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം 1.5 കോടി കൂടി ചെലവ് വരുന്നു. പിന്നീട് GST കൂടി ചേർത്താണ് ദേവസ്വം കമ്മീഷൻ. വിവാദം ഉണ്ടാകുന്ന സമയത്തും ഇതിൽ ക്ലാരിറ്റി വരുത്തി എഴുതാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിയാത്തത്? നമ്മുടെ ക്ലാരിറ്റി അല്ല, അദ്ദേഹം വരുത്തുന്നില്ല എന്നുള്ളതാണ്. 3 കോടി ദേവസ്വം ബോർഡ് കൊടുത്തു എന്നുള്ള കണക്കൊക്കെ വളരെ ബേസിക് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവസ്വം കൊടുത്ത 3 കോടിയാണ് എന്നുള്ളത്. പക്ഷെ പി എസ് പ്രശാന്ത് പറഞ്ഞത് സംഘാടനത്തിനായി ചെലവഴിച്ചത് എന്നാണ്. സംഘാടനത്തിനായി ആകെ ചെലവഴിച്ചത് എന്നാണ്. അപ്പൊ സംഘാടനത്തിനായി ആകെ ചെലവഴിച്ച പിന്നെ 4.5 കോടിയും GST ആവുന്നത്? 4.5 കോടിയും GST ആണ് സംഘാടനത്തിനായി ആകെ ചെലവായത്. ചെലവായ പണവും അതിന്റെ GSTയും. അതിന് 3 കോടി രൂപ ദേവസ്വത്തിന് നൽകി. ആ 3 കോടി രൂപ തിരിച്ചു വന്നു. മലയാളം എഴുതുന്നതിൽ പി എസ് പ്രശാന്തിന് കൺഫ്യൂഷൻ മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിനു വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? സംഘാടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് എന്നാണ്. പോസ്റ്റ് അവിടെ തീരുന്നില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ മുമ്പ് വരെ എന്നല്ലേ അർത്ഥം? അവിടെ മാധു ഉണ്ടല്ലോ, മാധു അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇല്ല, ഞാൻ മുഴുവൻ അല്ലല്ല, വായിക്കും. ഈ 3 കോടി രൂപയും പൂർണ്ണമായി സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. അടുത്തത് കേൾക്കൂ. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിനു വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. ക്ലിയർ ആണല്ലോ? എന്താ ക്ലാരിറ്റി കുറവെന്താ?
ക്ലാരിറ്റി കുറവ് എന്താ? മധുവിനെ പറഞ്ഞ ക്ലാരിറ്റി കുറവുണ്ട്. അഡ്വാൻസ് ആയി എടുത്തിരിക്കുന്നു. അഡ്വാൻസ് ഇപ്പൊ നോക്കൂ. ഒരു മിനിറ്റ്. ഡോക്ടർ അരുൺകുമാർ എന്റെ ഡോക്ടർ അരുൺകുമാർ 3 കോടി രൂപ ഒരു കാര്യം ചെയ്യുന്നത് ചെലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. എന്നിട്ട് എനിക്ക് ആകെ എനിക്ക് ഇതിന്റെ മുഴുവൻ ചെലവിനായിട്ട് 3 കോടിയേ ആയുള്ളൂ എന്ന് വിചാരിക്കാം. പറഞ്ഞിരിക്കുന്നത് അതിന് തൊട്ട് താഴെ ഇരിക്കുന്നത് ഈ 3 കോടി രൂപ ഇത് കിട്ടി, പൂർണ്ണമായി സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വരാനുണ്ട് എന്ന് കഴിഞ്ഞിട്ട് പറയുന്നു. ഈ 3 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് എടുത്തതിനെ കുറിച്ച് പറയുന്നു. 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡിൽ നിന്ന് സംഘാടനത്തിനായി 3 കോടി രൂപ കൊടുത്തു, അഡ്വാൻസ് ആയി കൊടുത്തു. ക്ലാരിറ്റി ഉണ്ടോ? അല്ല, അങ്ങനെയാണ് പിന്നെ 2 തവണ പറയുന്നത് എന്തിനാ? അങ്ങനെയാണ് പിന്നെ 2 തവണ പറയുന്നത് എന്തിനാ? ഒരാൾ പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞത് 2ാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട്, 3ാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട്, 4ാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ടോ? ഒരു തവണ പറഞ്ഞാൽ മതി. കൂടുതൽ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല, ഇത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമുക്കൊരു കാര്യം വ്യക്തമായി പറയാൻ കഴിയില്ല. കോടതി പറയും ഇതേ കാര്യം നവംബർ 7 കോടതി ഉത്തരവ്. ഞാനതിൽ വരാം. അതിന് മുമ്പ് ഒരു നിമിഷം മാധു. 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ ക്ലാരിറ്റി എങ്ങനെ വരുത്തുക? എനിക്ക് ക്ലാരിറ്റി ഇല്ലാഴികയുടെ കാര്യമല്ല ഞാൻ മാധു അങ്ങനെയാ പറഞ്ഞല്ല. എനിക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ തർക്കിക്കേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ക്ലാരിറ്റിയുടെ ആവശ്യം എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം എഴുതിയതിൽ ക്ലാരിറ്റി ഇല്ല, മനസ്സിലായോ? അദ്ദേഹം എഴുതിയതിൽ ക്ലാരിറ്റി ഇല്ല. എന്റെ ക്ലാരിറ്റിയുടെ കാര്യമല്ല, കൺഫ്യൂസ് ചെയ്യിക്കണ്ട. എന്റെ ക്ലാരിറ്റിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം എഴുതിയതിൽ പ്രിയപ്പെട്ട മാധു, 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് ഇനി 17/10/2025 അതെ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടോ? മാധുവിന് ക്ലാരിറ്റി ഉണ്ടോ? എനിക്ക് ക്ലാരിറ്റിയുടെ കാര്യമല്ല, പി എസ് പ്രശാന്തിന്റെ ക്ലാരിറ്റിയുടെ കാര്യം തോന്നിയില്ല. പി എസ് പ്രസാദിന് ക്ലാരിറ്റി സ്വാഭാവിക ക്ലാരിറ്റി അങ്ങ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ലാസ്റ്റ് ഉത്തരവാദിത്തമില്ല. പി എസ് പ്രസാദിന്റെ ക്ലാരിറ്റിയാണ് നമുക്ക് ക്ലാരിറ്റി തരുന്നത്, ശരിയല്ലേ? നമുക്ക് വരുന്നില്ല. നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങ് ക്ലാരിറ്റി എവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത് 3 കോടി രൂപ വാങ്ങി തിരിച്ചു കിട്ടിയെങ്കിലും പറയൂ. ഇതുവരെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇപ്പോ ഒരു പൈസയും ചെലവായി. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു ഇല്ല. മൊത്തം ദേവസ്വം ബോർഡ് അനുവദിച്ച പൈസ തിരിച്ചു വന്നു. കോടതിയുടെ ഓർഡറിൽ പറയുന്നു. വസ്തുത എങ്ങനെയാണെങ്കിൽ പിന്നെ കോടി അഡ്വാൻസ് ചെയ്തു, 3 കോടി തിരിച്ചടച്ചു. അതിനകത്ത് ക്ലാരിറ്റി കുറവില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയും, നമുക്ക് ചർച്ച ചെയ്യാം. മൗനം കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല. ഒരാൾ വസ്തുത പറയുമ്പോ ശരി, മാനിപ്പുലേറ്റ് ചെയ്യാൻ തല വെച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭൂഷണമല്ല. രണ്ടാമത്തെ പറഞ്ഞോളൂ. ആദ്യത്തെ ക്ലാരിറ്റി ആർക്കും വന്നിട്ടില്ല. അങ്ങനെ വൈൻഡപ്പ് ചെയ്തൊന്നും പോണ്ട, ക്ലാരിറ്റി ചെയ്യുന്നു. ഓക്കെ, എന്തൊരു പ്രിവിലേജ് ആണല്ലേ. ശരി, ഓക്കെ. ഇനി 2ാമത്തെ കാര്യം ഇത് നോക്കും. ഈ 10% അധികം എന്ന് പറയുന്നുണ്ടല്ലോ. നോക്കി, വിത്തൗട്ട് ടെൻഡർ എന്ന് പറയുന്നത് ICCC, ഞാനത് വായിക്കുകയും ചെയ്തു കൃത്യമായി. ICCC എന്ന് പറയുന്നത് ഈ ലേബർ വിഭാഗത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായും ടെൻഡർ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഇവ ഈ ടെൻഡർ കൊടുക്കാത്തത് മര്യാദകേടാണ് എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്. അത് 2009 ദേവസ്വം ബോർഡിൽ ഇതിനേക്കാൾ വലിയ പൂരം നടക്കുന്ന സമയത്ത് ഓർക്കുന്നുണ്ടല്ലോ, ഒരാൾ രാജിവെച്ച് പോകുന്നു. അതിനുശേഷം ഈ കെ ജയകുമാറിനെ ഹൈക്കോടതി അവിടെ അന്ന് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നു. ആ സമയത്ത്, അതായത് ഈ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏൽപ്പിച്ചു കൊടുത്ത അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആധികാരികമായി പറയാണ്. ഇനി കെ ജയകുമാറിന്റെ അതിനെക്കുറിച്ചുള്ള അറിവിനെ ക്ലാരിറ്റി കുറവിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിനെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് നിയമങ്ങളെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് സംസ്ഥാനത്തെ സംവിധാനങ്ങൾ എങ്ങനെ ചലിക്കുന്നു എന്നറിയാം. അദ്ദേഹം ഇന്ന് പറയാണ്,
ഈ ടെൻഡർ ഇല്ലാതെ കൊടുത്തത് മര്യാദ കേടാണ് എന്ന് പറയുകയാണ്. അത് ഇനി ഈ വിത്തൗട്ട് ടെൻഡർ ആണ് കൊടുത്തത് എന്ന് പറയുന്നത് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർബിട്രറി ആണ്, ഇത് എക്സോർബിയന്റ് ആണ് എന്നുള്ളതാണ്. ഈ 10% തുക എന്ന് പറയുന്നത് സ്വന്തം താല്പര്യപ്രകാരം കൊടുത്തതാണ്, അതോടൊപ്പം തന്നെ അത് എക്സോർബിയന്റ് ആണ്. ഈ 2 കമന്റ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കണക്കിൽ കളിയുണ്ടാകും, തിരിഞ്ഞു കളിയുണ്ടാകും, എന്തായിരുന്നു അങ്ങ് പറഞ്ഞത്, മറിഞ്ഞു കളിയുണ്ടാകും, എല്ലാ കളിയും ഉണ്ടാകും. നമുക്ക് എത്ര കണക്ക് വേണം? എനിക്കൊരൊറ്റ കണക്ക് മതി. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത് എങ്കിൽ അങ്ങയുടെ കയ്യിൽ 2 കണക്കുണ്ട്, അങ്ങ് എഴുതി വെച്ചത് പറഞ്ഞത്. എനിക്ക് സ്പെഷ്യൽ കമ്മീഷണറുടെ കണക്ക് വേണ്ട, എനിക്ക് ദേവസ്വം കമ്മീഷണറുടെ കണക്ക് വേണ്ട, എനിക്ക് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കണക്ക് വേണ്ട. ഞാൻ പ്രേക്ഷകരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരൊറ്റ കണക്ക് മതി. സുതാര്യമായ കണക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് കോടതി നിഷ്കർഷിച്ചതിന്റെ പേരിലാണ് പരിപാടി നടന്നതെങ്കിൽ 45 ദിവസത്തിനകം ഈ കണക്ക് കൊണ്ട് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡാണ് പറഞ്ഞതെങ്കിൽ അത് ചെയ്യാത്തത് എന്താണ് എന്നൊരൊറ്റ ക്വസ്റ്റ്യൻ എനിക്കുള്ളൂ. Meet the editors.